ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ വലിയ നോമ്പിൻ്റെ 7-ാം ദിനമായ ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 10 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 20ഉം 21 വാക്യങ്ങൾ വായിക്കട്ടെ. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്ക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. സദൃശവാക്യങ്ങൾ 25-ാം അധ്യായം 21ഉം 22ഉം വാക്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഈ വേദഭാഗത്തിൽ തിന്മയോട് ജയിക്കുവാനുള്ള മാർഗമാണ് സൂചിപ്പിക്കുന്നത്. ഈ മാർഗം നാം പരിശോധിച്ചാൽ മാനുഷികമായ രീതികളിൽ നിന്ന് വിഭിന്നമായ ഒരു രീതിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. നന്മതിന്മകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ മാനുഷിക തലമെന്നത് ലഭിച്ച അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പോരാടുക എന്നതാണ്. എന്നാൽ ഇവിടെ ഈ വേദഭാഗത്ത് പോരാട്ടത്തിന്റെ ഒരു പുതിയ ക്രമമാണ് വരച്ചു കാട്ടുന്നത്. പരസ്പര ബഹുമാനം, മടുപ്പില്ലാത്ത കർത്തൃസേവ, പ്രാർത്ഥന, കൂട്ടായ്മ തുടങ്ങി ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുകയും വെളുപ്പച്ചെറുപ്പം നോക്കാതെ എളിയവരോട് ഐകമത്യം സ്ഥാപിക്കുകയും പരസ്പരം സമാധാനവും കരുതലും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു പുത്തൻ ക്രമം. ഈ പുത്തൻ ക്രമം സ്വീകരിക്കുന്നവൻ തന്റെ ശത്രുവിന് മേൽ തീക്കനൽ കുന്നിക്കും എന്നാണ് പറയുന്നത്. തീക്കനൽ കുന്നിക്കുക എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാകുന്നത് ശത്രുവിന് തന്റെ പ്രവൃത്തിയിൽ അപമാനഭാരം തോന്നി അവൻ മാനസാന്തരത്തിലേക്ക് അടുക്കുന്ന അവസ്ഥയാണ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഹീപ്സ് ബേണിംഗ് കോൾസ് ഓൺ ദെയർ ഹെഡ് എന്നാണ് പറയുന്നത്. അതായത് ഈ വേദഭാഗം പ്രതിപാദിക്കുന്നത് അപരന്റെ മാനസാന്തരത്തിന് വഴിയൊരുക്കുന്ന നമ്മിലെ മാറ്റങ്ങളെയാണ്. ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമ്മിൽ ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നതിനുള്ള അവസരമാകണം. നമ്മെ കാണുന്ന സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങി ഓരോ ജീവജാലങ്ങളും നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ തിരിച്ചറിയണം. അപരൻ ക്രിസ്തുവിനെ ദർശിക്കുന്ന മാധ്യമമാകുവാൻ, ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നവരാകുവാൻ, അതിന് പര്യാപ്തമായ പുതിയ ജീവിതക്രമത്തിന്റെ ആരംഭമാകുവാൻ ഈ നോമ്പിന്റെ നാളുകൾക്ക് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.